ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? വെലോസിറ്റി ഓഫ് സൗണ്ട് അറ്റ് 300 Kelvin ഈസ് 346. അറ്റ് വാട്ട് ടെമ്പറേച്ചർ വിൽ ദ വെലോസിറ്റി ബി 405 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് ചോദ്യം. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുക നോക്കാം നമുക്ക്. തന്നിട്ടുള്ളതിനെ നമുക്കൊന്ന് എടുത്ത് എഴുതി നോക്കാം. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? വെലോസിറ്റി ഓഫ് സൗണ്ട് അറ്റ് 300 Kelvin അതാണ് ആദ്യം തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ക്യാപിറ്റൽ T1 ആണ് ഇവിടെ തന്നിട്ടുള്ളത് എന്ന് മനസ്സിലായി. ക്യാപിറ്റൽ T1 ആദ്യത്തെ ടെമ്പറേച്ചർ അത് 300 Kelvin ആണ്. അപ്പോൾ ഉള്ള വെലോസിറ്റി തന്നിട്ടുണ്ട്. അന്നേരമുള്ള വെലോസിറ്റി അതിനെ നമുക്ക് V1 എന്ന് വിളിക്കാം. അതിൻ്റെ വാല്യൂ 346 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി അറ്റ് വാട്ട് ടെമ്പറേച്ചർ വിൽ ദ വെലോസിറ്റി ബി 405 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. അതായത് ഏത് ടെമ്പറേച്ചറിലാണ് അതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വിൽ ദ വെലോസിറ്റി ബി 405 മീറ്റർ പെർ സെക്കൻഡ്. ഏത് ടെമ്പറേച്ചറിലാണ് വെലോസിറ്റിയുടെ വാല്യൂ, രണ്ടാമത്തെ വെലോസിറ്റി, അത് 405 മീറ്റർ പെർ സെക്കൻഡ് ആവുക എന്നാണ് ചോദ്യം. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ ഇത് തന്നെയാണ്. ഏതാണ് ഇക്വേഷൻ? V1 by V2 is equal to root of T1 by root of T2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ നിന്ന് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസിനൊക്കെ ഒന്ന് കൊടുത്തു നോക്കാം. V1 എന്തായിരുന്നു? V1 എന്ന് പറയുന്നത് 346 ആണ്. ഡിവൈഡഡ് ബൈ V2 എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് 405 ആണ്. ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് T1. T1ന്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ, അത് 300 ആണ്. റൂട്ട് ഓഫ് 300 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് T2. റൂട്ട് ഓഫ് T2 ആണ് നമുക്ക് കാണാനുള്ളത്. ഓക്കെ, ഇനി എങ്ങനെയാണിത് കാണേണ്ടത്? ഈ റൂട്ട് ഓഫ് T2നെ നമ്മൾ സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടുക. നോക്കാം. റൂട്ട് ഓഫ് T2 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് T2നെ നമ്മൾ സമത്തിനപ്പുറം കൊണ്ടുപോയി. അപ്പോൾ താഴെയുള്ള റൂട്ട് ഓഫ് T2 മേലെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ആരാ ഉള്ളത്? ഇവിടെ ഓൾറെഡി ഉള്ള ആള് റൂട്ട് ഓഫ് 300 ആണ്. ആ റൂട്ട് ഓഫ് 300നെ നമ്മൾ തൊട്ടിട്ടില്ല. ഇനി ആ റൂട്ട് ഓഫ് 300ന്റെ അടുത്തേക്ക് 405നെ കൊണ്ടുപോവുക. 405 താഴെയാണ് കിടക്കുന്നത്. അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അയാൾ മേലെ വരും. 405 എന്ന് വരും. ഡിവൈഡഡ് ബൈ, ഇനി എന്താ വേണ്ടേ? ഇനി 346 ഇവിടെ ഉണ്ട്. ആ 346നെ സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അയാൾ താഴെ വരും. 346. ഇതാണ് റൂട്ട് T2ന്റെ വാല്യൂ. ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് T2ന് ഒരു വാല്യൂ ഇവിടെ നിന്ന് കിട്ടും. റൂട്ട് ഓഫ് T2 എന്നുള്ളതിന് കാൽക്കുലേറ്ററിൽ നിന്ന് നമുക്ക് നേരിട്ട് 20.28 എന്ന് കിട്ടും. 20.28 എന്ന് കിട്ടും. 20.28. ഓക്കെ ആണോ? ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് പോവാം. ഇപ്പോൾ റൂട്ട് ഓഫ് T2 മാത്രമാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? അവിടെ നിന്ന് T2നെ കണ്ടെത്തുകയാണ് നമ്മുടെ ആവശ്യം. T2നെ കണ്ടെത്തണം. ഈ റൂട്ട് എപ്പോഴാണ് നമുക്ക് കളയാൻ പറ്റുക? ഈ ഇക്വേഷന് മൊത്തമായിട്ട് സ്ക്വയർ ചെയ്താൽ മതി അല്ലേ. റൂട്ട് ഓഫ് T2 ഇൻറ്റു റൂട്ട് ഓഫ് T2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് T2 ആണ്. അതായത് നമ്മൾ ഇതിനെ സ്ക്വയർ ചെയ്യാം. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒരേപോലെ സ്ക്വയർ ചെയ്യണം. 20.28. ഈ 20.28നെയും അതേപോലെ തന്നെ നമ്മൾ സ്ക്വയർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് T2ന്റെ വാല്യൂ ഇവിടെ നിന്ന് കിട്ടും. T2 ഈസ് ഈക്വൽ ടു, ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 411.03. 411.03 Kelvin എന്ന് കിട്ടും. ഇത് T2 ആണ്, അബ്സല്യൂട്ട് സ്കെയിലിലുള്ള ടെമ്പറേച്ചർ. അതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറാണ് വേണമെങ്കിൽ അതും കൂടി കണ്ടുവെക്കാം നമുക്ക്. T2 ഈസ് ഈക്വൽ ടു, എങ്ങനെയാണ് നമുക്ക് T2 കിട്ടാറ് സാധാരണ? സ്മോൾ T2 പ്ലസ് 273 ആണ് ക്യാപിറ്റൽ T2. അപ്പോൾ സ്മോൾ T2, അതായത് ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ T2 അവിടെ ഉണ്ട്. ക്യാപിറ്റൽ T2ന്റെ അടുത്തേക്ക്
ഈ 273 കൊണ്ടുപോവാം. അപ്പോൾ അത് -273 എന്നാവും അല്ലേ. ക്യാപിറ്റൽ T2 എന്ന് പറയുന്നത് 411 ആണ്. 411.03 ആണ്. -273. ഇത് ചെയ്താൽ നമുക്ക് T2 കിട്ടും. T2ൻ്റെ വാല്യൂ വരുന്നത് എന്താണെന്നുള്ളത് നോക്കാം നമുക്ക്. 138 ആണ് വരുന്നത്. 138 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് വരുന്നത് T2. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പം എന്താ നമ്മൾ കണ്ടുവച്ചേ? നമ്മുടെ ടെമ്പറേച്ചർ 138 ഡിഗ്രി സെൽഷ്യസ് ആവുന്ന സമയത്ത് നമ്മുടെ വെലോസിറ്റി 405 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ടുണ്ടാവും. അതാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഒക്ടോബർ 2017 ആണ്. ഒക്ടോബർ 2017 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യാൻ പോണത്. ക്വസ്റ്റ്യൻ ഇതാണ്: വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ് ഈസ് 348 മീറ്റർ പെർ സെക്കൻഡ്. ഫൈൻഡ് ദ വെലോസിറ്റി അറ്റ് 60 ഡിഗ്രി സെൽഷ്യസ്. 60 ഡിഗ്രി സെൽഷ്യസിലുള്ള വെലോസിറ്റി കണ്ടെത്താനാണ് ചോദ്യം. നോക്കാം നമുക്ക്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള അതേ മോഡൽ തന്നെയാണ്. വലിയ പ്രയാസമൊന്നുമില്ലാതെ തന്നെ നമുക്കിത് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കാം. T1 നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ആദ്യം തന്നിട്ടുള്ള വെലോസിറ്റി, ആദ്യം തന്നിട്ടുള്ള ടെമ്പറേച്ചർ, അതിനെ T1 എന്ന് വിളിക്കുക. ആദ്യം തന്നിട്ടുള്ള വെലോസിറ്റിനെ V1 എന്ന് വിളിക്കുക. പിന്നെ കാണാനുള്ള വെലോസിറ്റിനെ V2 എന്ന് വിളിക്കുക. നമുക്ക് രണ്ടാമത് തന്നിട്ടുള്ള ടെമ്പറേച്ചറിനെ T2 എന്നും വിളിക്കുക. അതൊന്ന് എഴുതി വെക്കുക. റൈറ്റ് സൈഡിൽ അതൊന്ന് എഴുതി വെക്കുക. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? T1 തന്നിട്ടുണ്ട്. T1 എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. V1 തന്നിട്ടുണ്ടല്ലോ. V1 348 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്? V2 ആണ് കാണാനുള്ളത്. V2യുടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കുക. അതിൻ്റെ കൂട്ടത്തിൽ T2 തന്നിട്ടുണ്ട്. T2 എന്ന് പറയുന്നത് 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത്രയും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് കെൽവിൻ സ്കെയിലുള്ള ടെമ്പറേച്ചർ കണ്ടെത്തണം. T1 ക്യാപിറ്റൽ T1 ഇസ് ഈക്വൽ ടു സ്മോൾ T1 പ്ലസ് 273 ആണ്. സ്മോൾ T1 പ്ലസ് 273. സ്മോൾ T1 ആരാ? അത് 30 ആണ്. 30 പ്ലസ് 273 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു എന്താ വരിക? 30 പ്ലസ് 273 എന്ന് പറഞ്ഞാൽ 303 ആണ് വരിക. 303 കെൽവിൻ. ഇതാണ് ക്യാപിറ്റൽ T1. ഇത് നമുക്ക് ക്യാപിറ്റൽ T2 കാണാം. ക്യാപിറ്റൽ T2 കെൽവിൻ സ്കെയിലുള്ള രണ്ടാമത്തെ ടെമ്പറേച്ചർ. അതിൻ്റെ ഇക്വേഷൻ എന്താ വരിക? സ്മോൾ T2 പ്ലസ് 273 എന്നാണ് വരിക. സ്മോൾ T2 എന്ന് പറഞ്ഞാൽ 60 ആണ്. 60 പ്ലസ് 273 എന്ന് വരും. 60യും 273യും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 333 ആണ്. 33. ഇത്രയും കെൽവിനാണ് ക്യാപിറ്റൽ T2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ എഴുതി നോക്കാമല്ലോ. എന്താണ് ഇക്വേഷൻ വരുന്നത്? നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്: V1 ബൈ V2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് T1 ബൈ റൂട്ട് ഓഫ് T2. ഇതാണ് ഇക്വേഷൻ. ഇനി ഇതിൽ V1 നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ 348 ആണ്. അതുകൊണ്ട് V1 ഞാനിവിടെ എഴുതി 348 ഡിവൈഡഡ് ബൈ V2. V2 ആണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അതുകൊണ്ട് V2നെ അതേപോലെ അവിടെ എഴുതി. റൂട്ട് ഓഫ് T1. റൂട്ട് ഓഫ് T1. T1ൻ്റെ വാല്യൂ 303 ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് T2. റൂട്ട് ഓഫ് T2യുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് 333 ആണ്. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ നിന്ന് കണ്ടെത്തേണ്ടത് എന്താണ്? ഇവിടെ നിന്ന് നമുക്ക് കണ്ടെത്താനുള്ളത് V2നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ V2നെ സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ V2 ഈസ് ഈക്വൽ ടു V2നെ നമ്മൾ സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഈ 348 ഈ സൈഡിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. അതിന് നമ്മൾ തൊട്ടോ? ഇല്ല. 348ൻ്റെ അടുത്തേക്ക് നമ്മൾ റൂട്ട് ഓഫ് 333നെ കൊണ്ടുപോവാണ്. അയാൾ മേലെ വരും. താഴെ കിടക്കുന്ന ആളായിരുന്നു. നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അയാൾ മേലെ വരും. ഓക്കെ. ഡിവൈഡഡ് ബൈ ഇനി റൂട്ട് ഓഫ് 303. ഇയാൾ മേലെയാണ് കിടക്കുന്നത്. സമത്തിനപ്പുറം പോയി കഴിഞ്ഞാൽ അയാൾ താഴെ വരും. റൂട്ട് ഓഫ് 303. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും വാല്യൂസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഇക്വേഷൻ അങ്ങ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ V2ൻ്റെ വാല്യൂ കിട്ടും. V2ൻ്റെ വാല്യൂ വരുന്നത് എന്താ നോക്കാം നമുക്ക്. കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. V2ൻ്റെ വാല്യൂ വരുന്നത് 364 ആണ്. 364.8 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. 364.8 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് V2ൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് അത് ചെയ്യാൻ നോക്കാം നമുക്ക്.
ഫൈൻഡ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഫൈൻഡ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് എയർ കോളം. ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയാണ് കാണാനുള്ളത്. കണ്ടെയ്ൻഡ് ഇൻ എ ട്യൂബ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ്. Closed at one end and having a length 40 centimeter. Velocity of sound in air is 340 meter per second. End correction can be ignored. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എൻഡ് കറക്ഷൻ ക്യാൻ ബി ഇഗ്നോർഡ്. എൻഡ് കറക്ഷനെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. എൻഡ് കറക്ഷനെ മൈൻഡ് ചെയ്യേണ്ട എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, ആ സാധാരണ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ക്ലോസ്ഡ് പൈപ്പാണ് വരക്കുന്നത്. ഒരു ക്ലോസ്ഡ് പൈപ്പാണ് വരക്കുന്നത്. ഒരു ക്ലോസ്ഡ് പൈപ്പ് വരച്ചു. ഓക്കെ, ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ആ ക്ലോസ്ഡ് പൈപ്പിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ഹാവിങ് എ ലെങ്ത് 40 സെന്റിമീറ്റർ. അതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത് 40 സെന്റിമീറ്റർ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ക്യാപിറ്റൽ എൽ 40 സെന്റിമീറ്റർ ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, സെന്റിമീറ്ററിൽ നമ്മൾ കണക്ക് ചെയ്യാറില്ല. നമുക്കതിനെ എന്താക്കി മാറ്റണം, മീറ്ററിലേക്ക് മാറ്റണം. ഡിവൈഡഡ് ബൈ 100 കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.4 എന്നായിരിക്കും. 0.4 മീറ്റർ ആണ് ക്യാപിറ്റൽ എൽ. ഓക്കെ ആണോ? ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്, വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ അല്ലേ. വെലോസിറ്റി ഓഫ് സൗണ്ട്, സൗണ്ടിൻ്റെ വെലോസിറ്റി ഉണ്ട്. അത് നമ്മളെ നോട്ട്ബുക്കിൻ്റെ റൈറ്റ് സൈഡിൽ എഴുതി വെക്കുക. 340 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി ഓഫ് സൗണ്ട് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താ വേണ്ടേ, ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആണ് കാണേണ്ടത്. എഫ് ആണ് ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. ക്ലോസ്ഡ് ട്യൂബിൽ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് പൈപ്പിൽ എങ്ങനെയായിരിക്കും എയർ വൈബ്രേറ്റ് ചെയ്യാൻ നമുക്കറിയാം. ക്ലോസ്ഡ് എൻഡിൽ ഒരു നോഡായിരിക്കും ഉണ്ടാവുക, ഓപ്പൺ എൻഡിൽ ആൻറ്റി നോഡായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനൊന്ന് വരച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, ഇതാ ഇങ്ങനെയല്ലേ വരിക, ഇങ്ങനെയാണ് വരിക. നോഡ് മുതൽ ഇതാരാണ്, ഇതൊരു ആൻറ്റി നോഡാണ്. ആൻറ്റി നോഡ് വരെയുള്ള ഡിസ്റ്റൻസ് λ/4 ആണ് എന്ന് നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് എന്താ, ക്യാപിറ്റൽ എൽ ഈസ് ഈക്വൽ ടു λ/4 ആണ് അല്ലേ. ഇവിടെ നിന്ന് നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടും. ലാംഡ ഈസ് ഈക്വൽ ടു 4 × L. 4 അങ്ങോട്ട് തട്ടിയാൽ മതി. 4 × L, താഴെ കിടക്കുന്ന 4 മേലെ വരും. 4 × L. 4 × L ആരാണ്, L 0.4 ആണ്. ഇത് ചെയ്ത് നോക്കിയാൽ നമുക്ക് ലാംഡ കിട്ടും. ലാംഡയുടെ വാല്യൂ വരുന്നത് 1.6 മീറ്റർ ആണ്. 1.6 മീറ്റർ ആണ് ലാംഡ. ലാംഡ നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇനി വെലോസിറ്റി ഓഫ് സൗണ്ടിൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. വെലോസിറ്റി ഓഫ് സൗണ്ട്, വെലോസിറ്റി ഓഫ് സൗണ്ട്, വെലോസിറ്റി ഓഫ് സൗണ്ട് അതിൻ്റെ ഇക്വേഷൻ V is equal to F lambda എന്നാണ്. V is equal to F lambda. ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വളരെ സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ. V is equal to, ക്വസ്റ്റ്യനിൽ എഫ് ആണ് നമുക്ക് കാണാനുള്ളത് അല്ലേ. വി നമുക്ക് തന്നിട്ടുണ്ട്, എഫ് ആണ് നമുക്ക് കാണാനുള്ളത്. നമുക്ക് അവിടെ എഫിന് ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണ് എഫിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക, എഫ് ഇസ് ഈക്വൽ ടു, എഫിനെ നമ്മൾ അവിടെ നിർത്തിയിട്ട് ലാംഡയെ സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോവുക. വീൻ്റെ അടുത്തേക്ക് ലാംഡനെ കൊണ്ടുപോവുക. അപ്പോൾ ലാംഡ താഴെ വരും. ഇനി ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി എന്താ തന്നിട്ടുള്ളത്, വി എന്ന് പറയുന്നത് 340 ആണ്. വി 340 ആണ്. 340 ഡിവൈഡഡ് ബൈ ലാംഡ. ലാംഡയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു, അത് 1.6 ആണ്. ഓക്കെ, 340 ഡിവൈഡഡ് ബൈ 1.6 അത് ചെയ്താൽ നമുക്ക് നമ്മുടെ ഫ്രീക്വൻസിയുടെ വാല്യൂ കിട്ടും. അത് 212 ആണ് കിട്ടുന്നത്. 212.5 ഹെഡ്സ്. 212.5 ഹെഡ്സ്. ഇതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ വാല്യൂ ആയിട്ട് നമുക്ക് ഇക്വേഷനിൽ നിന്ന് കിട്ടുന്നത്. എഫ് ഇസ് ഈക്വൽ ടു 212.5 ഹെഡ്സ്. ഇത്രയല്ലേ ചോദിച്ചിട്ടുള്ളൂ. എൻഡ് കറക്ഷൻ ക്യാൻ ബി ഇഗ്നോർഡ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ എൻഡ് കറക്ഷനെ ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത് കേട്ടോ. എൻഡ് കറക്ഷനെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് മാറുമായിരുന്നു. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെയാ ചെയ്യാൻ നോക്കാം നമുക്ക്. കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത്. വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡയാണ് അല്ലേ. വേവ് ലെങ്ത് ഓഫ് സൗണ്ട് ഇൻ എയർ കറസ്പോണ്ടിങ് ടു ദ ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി.
ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി. അതായത് മനുഷ്യന് എല്ലാ തരത്തിലുള്ള എല്ലാ ഫ്രീക്വൻസിയിലുള്ള സൗണ്ടും കേൾക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. ഓഡിബിൾ റേഞ്ചാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസിയുടെ റേഞ്ചാണ് 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെ. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് എന്താണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. വെലോസിറ്റി ഓഫ് സൗണ്ട് ഈസ് 330 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി തന്നിട്ടുമുണ്ട്. നമുക്ക് ആദ്യം ഓഡിബിൾ റേഞ്ച് ഒന്ന് എഴുതി നോക്കുക. ഞാൻ ഇവിടേക്കൊന്ന് എഴുതുകയാണ്. ഓഡിബിൾ റേഞ്ച് ഒരു മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന, സാധാരണക്കാരന് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിന്റെ റേഞ്ച്, ഫ്രീക്വൻസിയുടെ റേഞ്ച് എന്താണ്? 20 ഹെഡ്സ് ടു 20,000 ഹെഡ്സ് ആണ്. 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസിയുടെ റേഞ്ച്. അതായത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വേവ് ലെങ്ത് ഉണ്ടായിരിക്കും, അതിനെ λ1 എന്ന് വിളിക്കാം. ഇതിന് കറസ്പോണ്ടിങ് ആയ മറ്റൊരു വേവ് ലെങ്ത് ഉണ്ടായിരിക്കും, അതിനെ λ2 എന്ന് വിളിക്കാം. ഇതാണ് അപ്പോൾ നമുക്ക് കണ്ടെത്താനുള്ളത്. മനസ്സിലായോ? നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി ഓഫ് സൗണ്ടിന്റെ ഇക്വേഷൻ നമുക്കറിയാം, എഫ് ലാംഡ എന്നാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് വെലോസിറ്റി ഓഫ് സൗണ്ട് ചേഞ്ച് ചെയ്യാത്തൊരു വാല്യൂ ആണ്, അതൊരിക്കലും ചേഞ്ച് ചെയ്യൂല, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ കേസിൽ വി ഈസിക്കൽ ടു എഫ് ലാംഡ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലാംഡയെ നമ്മൾ λ1 എന്നല്ലേ കൊടുത്തേ, അതുകൊണ്ട് എഫിനെ f1 എന്ന് കൊടുക്കേണ്ടി വരും. f1 λ1 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് λ1 ആണ്. λ1ന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. വി ഓൾറെഡി അവിടെ ഉണ്ട്. വിന്റെ അടുത്തേക്ക് f1നെ കൊണ്ടുപോയാൽ v/f1 എന്ന് വരും. വി എന്താണ് നമുക്കറിയാലോ, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ വി എന്താന്നുള്ളത്. വി എന്ന് പറയുന്നത് 330 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ? അതുകൊണ്ട് വി എന്ന് പറയുന്നതിനെ അതേപോലെ അവിടെ എഴുതുക, 330 ഡിവൈഡഡ് ബൈ f1. f1 എന്ന് പറയുന്നത് എന്താ? 20 ഹെഡ്സ് ആണ്. ഈസ് ഈക്വൽ ടു, ഇത് കാൽക്കുലേറ്ററിൽ കൊടുത്താൽ നമുക്ക് നേരിട്ട് ഇവിടെ നിന്ന് തന്നെ വാല്യൂ കിട്ടും. ഇത് വരുന്നത് 16.5 സെന്റിമീറ്റർ എന്നാണ്. സോറി, മീറ്റർ ആണ്. 16.5 മീറ്റർ. ഓക്കെ ആണോ? ഇതാണ് λ1. ആരാണ് ഈ λ1? കറസ്പോണ്ടിങ് ടു 20 ഹെഡ്സ് ഫ്രീക്വൻസി. 20 ഹെഡ്സ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് ആണ് λ1 എന്ന് പറയുന്നത്. ഇനി നമുക്ക് λ2 ഒന്ന് കണ്ടു നോക്കാം. എങ്ങനെ λ2 കാണാം? ഇതാ ഇവിടെ വി ഈസ് ഈക്വൽ ടു, വി ആൾസോ ഈസ് ഈക്വൽ ടു f2 λ2 എന്ന് നമുക്ക് എഴുതാലോ. വി എന്ന് പറയുന്നത് f2 λ2 കൂടി ആയിരിക്കും. ഇവിടെ നിന്ന് λ2 കണ്ടെത്താം. λ2 ഈസ് ഈക്വൽ ടു, വി ഓൾറെഡി അവിടെ ഉണ്ട്, അതിൻ്റെ അടുത്തേക്ക് f2നെ കൊണ്ടുപോവുക, f2 താഴെ വരും. വിയുടെ വാല്യൂ ഇവിടെ ചേഞ്ച് ചെയ്യാത്ത വാല്യൂ ആണ്, ഈ കേസിൽ അത് ചേഞ്ച് ചെയ്യൂല, 330 ആണ്. 330 ഡിവൈഡഡ് ബൈ f2 എന്താ നമുക്കറിയാം, ഹയസ്റ്റ് ഫ്രീക്വൻസി എ മാൻ ക്യാൻ ഹിയർ. എത്രയാണത്? അത് 20,000 ആണ്. അപ്പോൾ നമുക്ക് λ2 ഇവിടെ നിന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. λ2ന്റെ വാല്യൂ വരുന്നത് 0.016 ആണ്. 0.016 മീറ്റർ എന്നാണ് വരിക. 0.016 മീറ്റർ. നമ്മൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളും ആണ് അല്ലേ? പ്രത്യേകിച്ചൊരു ഡാറ്റയൊന്നും ഇതിൽ തന്നിട്ടില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ ആൻസർ നമുക്ക് കണ്ടെത്താൻ പറ്റും. വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ എന്നാണ് ഈ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ആൻസർ കണ്ടെത്താൻ പറ്റും. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഏപ്രിൽ 2018 ക്വസ്റ്റ്യൻ ആണ്. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ്. ഇതാ ഈ 348 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫൈൻഡ് ദ വെലോസിറ്റി അറ്റ് 60 ഡിഗ്രി സെൽഷ്യസ്. ഇത് നമ്മൾ ഒരിക്കൽ ചെയ്തിട്ടുള്ളതാണ് അല്ലേ? അതുകൊണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഇത് ഇനിയും നമ്മൾ ആവർത്തിക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ കേട്ടോ, ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ. അടുത്തത് ഒക്ടോബർ 2018 ആണ്. ഒക്ടോബർ 2018 എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ഈസ് 330 മീറ്റർ പെർ സെക്കൻഡ്. ഫൈൻഡ് ദ ഇൻക്രീസ് ഇൻ ദ വെലോസിറ്റി വെൻ ദ ടെമ്പറേച്ചർ ഈസ് 1 ഡിഗ്രി സെൽഷ്യസ്. ഫൈൻഡ് ദ ഇൻക്രീസ് ഇൻ വെലോസിറ്റി. ഫൈൻഡ് ദ ഇൻക്രീസ് ഇൻ വെലോസിറ്റി. അത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു മോഡലാണ് അല്ലേ? ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു മോഡൽ, പക്ഷേ വളരെ എളുപ്പമാണ്. നമ്മൾ ചെയ്ത ആ മോഡൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അവസാനത്തിൽ ചെറിയൊരു മാറ്റം വരും എന്ന് മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാ നോക്കാം നമുക്ക്. തന്നിട്ടുള്ളതിനൊക്കെ നമുക്കൊന്ന് എഴുതി നോക്കാം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ആദ്യം ഒരു വെലോസിറ്റി തന്നിട്ടുണ്ട്. 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ
ആദ്യം തന്നിട്ടുള്ള വെലോസിറ്റിയെ ഞാൻ നോട്ടിൻ്റെ റൈറ്റ് സൈഡിൽ എഴുതുകയാണ്. ആദ്യം തന്നിട്ടുള്ള വെലോസിറ്റി v1 എന്ന് കൊടുത്തു. ആ v1 എന്ന് പറയുന്നത് എന്താ? 330 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആദ്യം തന്നിട്ടുള്ള വെലോസിറ്റിനെ v1 എന്ന് വിളിച്ചു. ആദ്യം തന്നിട്ടുള്ള ടെമ്പറേച്ചറിനെ t1 എന്ന് വിളിച്ചു. ഇൻക്രീസ് ഇൻ വെലോസിറ്റി ആണ് കാണാനുള്ളത്. രണ്ടാമതൊരു ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, അതിനെ t2 എന്ന് വിളിച്ചു. ഓക്കെ ആണോ? നമുക്ക് ഇൻക്രീസ് ഇൻ വെലോസിറ്റി കണ്ടെത്തണമെങ്കിൽ ആദ്യം v2 കണ്ടെത്തേണ്ടി വരും അല്ലേ? അപ്പോൾ v2 കണ്ടെത്താനാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത്. t1 എന്താ തന്നിട്ടുള്ളത്? t1 ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി സെൽഷ്യസ്, ആദ്യം തന്നിട്ടുള്ള ടെമ്പറേച്ചർ. ഓക്കെ ആണോ? ഇനി v2 എന്താ തന്നിട്ടുള്ളത്? v2 തന്നിട്ടില്ല. v2നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. v2നെ കണ്ടെത്തേണ്ടി വരും. t2 എന്താണ്? സ്മോൾ t2 എന്ന് പറയുന്നത് 1 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇവിടെ നിന്ന് ക്യാപിറ്റൽ T1ഉം ക്യാപിറ്റൽ T2ഉം നമുക്ക് കണ്ടെത്താൻ പറ്റും. ക്യാപിറ്റൽ T1 എന്ന് പറഞ്ഞാൽ എന്താ? കെൽവിൻ സ്കെയിലുള്ള ടെമ്പറേച്ചർ. എങ്ങനെയാണ് കിട്ടുക? സ്മോൾ t1 ആയിട്ടുള്ള 0ൻ്റെ കൂടെ 273 കൂട്ടിയാൽ മതി. എന്താ വരിക? 273 തന്നെ വരും. 273 കെൽവിനാണ് ക്യാപിറ്റൽ T1. എത്ര എളുപ്പത്തിൽ കിട്ടി? ഇനി ക്യാപിറ്റൽ T2 കാണണം. ക്യാപിറ്റൽ T2 എങ്ങനെയാണ് ക്യാപിറ്റൽ T2 കാണുക? സ്മോൾ t2ൻ്റെ കൂടെ എന്ത് ചെയ്യണം? സ്മോൾ t2 1 ആണ്. സ്മോൾ t2ൻ്റെ കൂടെ 273 കൂട്ടിയാൽ മതി. അപ്പോൾ എന്താ വരിക? 274 എന്ന് വരും. അത്രയും കെൽവിൻ. അതാണ് ക്യാപിറ്റൽ T2, കെൽവിൻ സ്കെയിലിലുള്ള ടെമ്പറേച്ചർ. ഓക്കെ, ഇനി നമുക്ക് v2 കണ്ടുനോക്കാം. എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? നമ്മുടെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്? v1 ബൈ v2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് t1 ബൈ റൂട്ട് ഓഫ് t2 അല്ലേ? v1 ഒക്കെ തന്നിട്ടുണ്ട്. v1 330 എന്നാണ് തന്നിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ v2 തന്നിട്ടില്ല. v2 നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് t1ൻ്റെ റൂട്ട് ഓഫ് 273 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് t2 റൂട്ട് ഓഫ് 274. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. v2 ആണല്ലോ കാണാനുള്ളത്. എന്താ ചെയ്യണ്ടേ? v2നെയാണ് കാണാനുള്ളത്. നമ്മൾ v2നെ സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോവുക. v2നെ സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ v2 മേലെ വരും. v2 ഈസ് ഈക്വൽ ടു 330 ഇവിടെ തന്നെ ഉണ്ട്. 330നെ നമ്മൾ തൊട്ടില്ല. 330ൻ്റെ അടുത്തേക്ക് ഈ താഴെ കിടക്കുന്ന 274നെ കൊണ്ടുപോവുക. അത് അയാൾ മേലെ വരും. 274ൻ്റെ റൂട്ട് മേലെ വരും. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 273 മേലെ ആയിരുന്നു, അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അയാൾ താഴെ വരും. റൂട്ട് ഓഫ് 273. ഇനി കാൽക്കുലേറ്ററിൽ ഇത് അങ്ങ് സിമ്പിളായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. v2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. v2ൻ്റെ വാല്യൂ വരുന്നത് 330.6 ആണ്. 330.6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതാണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്? അല്ല, ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഇൻക്രീസ് ഇൻ ദ വെലോസിറ്റി എന്നാണ്. വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ഇൻക്രീസ് എന്താണ് എന്നാണ്. അതായത് വെലോസിറ്റി ഇവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, വെലോസിറ്റി ഇവിടെ കൂടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വെലോസിറ്റിയിൽ ഉണ്ടായ മാറ്റം എത്രയാണ് എന്നാണ്. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇൻക്രീസ് ഇൻ വെലോസിറ്റി. ഇൻക്രീസ് ഇൻ വെലോസിറ്റിയിൽ ഉണ്ടായ ഇൻക്രീസ്. ഇതിൽ ഏത് വെലോസിറ്റിയാണ് കൂടുതൽ? v2 എന്ന് പറയുന്നത് 330.6 ആണ്. v1 330 ആണ്. അപ്പോൾ ഇൻക്രീസ് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കത് കാണാൻ വേണ്ടിയിട്ട് v2വിൽ നിന്ന് v1 കുറച്ചാൽ മതി. v2 മൈനസ് v1 ചെയ്താൽ മതി. v2 എന്ന് പറയുന്നത് 330.6 ആണ്. മൈനസ് v1 എന്ന് പറയുമ്പോൾ 330 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത് 0.6 ആണ്. 0.6 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി അല്ലേ ഇത്? അപ്പോൾ ഇൻക്രീസ് ഇൻ വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ 0.6 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്. 0.6 വെലോസിറ്റിയുടെ ഒരു ചേഞ്ചാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? The shortest length of an air column contained in a pipe closed at one end and resonating with a tuning fork 384 Hz is 22.1 centimeter. Calculate the velocity of sound.
സൗണ്ടിൻ്റെ വെലോസിറ്റി കണ്ടെത്താനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. നോക്കാം നമുക്ക്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ക്ലോസ്ഡ് പൈപ്പാണ്. ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ് എന്ന് പറഞ്ഞത് ക്ലോസ്ഡ് പൈപ്പാണ്. ഇപ്പോൾ ക്ലോസ്ഡ് പൈപ്പിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ വരച്ചു നോക്കാം നമുക്ക്. ക്ലോസ്ഡ് പൈപ്പിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ വരക്കാം. ഇതാണ് ക്ലോസ്ഡ് പൈപ്പിൻ്റെ ക്രോസ് സെക്ഷൻ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഷോർട്ടസ്റ്റ് ലെങ്ത് ഓഫ് എയർ കോളം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഷോർട്ടസ്റ്റ് ലെങ്ത് ഓഫ് എയർ കോളം എന്താണ് അതിൻ്റെ അർത്ഥം? ഇവിടെ ഉണ്ടായിട്ടുണ്ടാവുക ഫണ്ടമെന്റൽ ഫ്രീക്വൻസിനെ കുറിച്ചാണ് ചോദ്യം. ബോർഡർ കണ്ടീഷൻ എന്തായിരുന്നു? ബൗണ്ടറി കണ്ടീഷൻ നമ്മുടെ ക്ലോസ്ഡ് എൻഡിൽ നോഡേ ഉണ്ടാവുള്ളൂ, ഓപ്പൺ എൻഡിൽ എന്തേ ഉണ്ടാവുള്ളൂ? ഓപ്പൺ എൻഡിൽ ആൻറ്റി നോഡേ ഉണ്ടാവുള്ളൂ എന്നാണ്. അങ്ങനെയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്യാം. ഇതാ ഇവിടെ നിന്ന് ഈ നോഡിലേക്ക് അങ്ങ് വരയ്ക്കുക. ഓക്കെ, ഇനി ആ ഷോർട്ടസ്റ്റ് ലെങ്ത് ഓഫ് എയർ കോളം എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. കണ്ടന്റിന്റെ പൈപ്പ് അറ്റ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ് ആൻഡ് റെസൊണേറ്റ് വിത്ത് എ ഫ്രീ ട്യൂണിംഗ് ഫോർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഷോർട്ടസ്റ്റ് ലെങ്ത് ഓഫ് എയർ കോളമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ലെങ്ത് ഓഫ് എയർ കോളം, ആ എയർ കോളത്തിന്റെ ലെങ്ത്, അതായത് ഇതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് എത്രയാ? L ആണത്. L is equal to 22.1 സെന്റിമീറ്റർ എന്നാണത് L. പക്ഷേ സെന്റിമീറ്ററിൽ നമ്മൾ കണക്ക് ചെയ്യാറില്ല. അതിനെന്താക്കി മാറ്റണം? നമുക്ക് മീറ്ററിലേക്ക് മാറ്റണം. ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. 0.221 മീറ്റർ എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ L കിട്ടി. ഇനി നമുക്കറിയാലോ നോഡ് മുതൽ ഇതെന്താണ്? ഇതാണ് ആൻറ്റൈനോഡ്. ആൻറ്റൈനോഡ് വരെയുള്ള ഡിസ്റ്റൻസ്, നോഡ് മുതൽ ആൻറ്റൈനോഡ് വരെയുള്ള ഡിസ്റ്റൻസ് λ/4 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് L is equal to എങ്ങനെ എഴുതാം? λ/4 എന്നെഴുതാം. L λ/4 ആണ് എന്നെഴുതാം. L λ/4 ആണ്. അതുകൊണ്ട് തന്നെ ലാംഡ എന്താണ്? ലാംഡ എന്ന് പറയുമ്പോൾ 4 into L ആണ്. 4 into L is equal to എങ്ങനെയാണ് അത് കണ്ടെത്തുക? 4 into L എന്താണ്? L ഇവിടെ തന്നിട്ടുള്ളത് 0.221 ആണ്. ഇത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. 4 into 0.221 എന്ന് പറയുമ്പോൾ 0.884 എന്ന് കിട്ടും. 0.884 മീറ്റർ. ഇതാണ് ലാംഡ. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ വെലോസിറ്റി ഓഫ് സൗണ്ടിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ. V is equal to F ലാംഡ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് കണ്ടെത്താനുള്ളത് എന്താണ്? ഇവിടെ കണ്ടെത്താനുള്ളത് വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇനി ഫ്രീക്വൻസി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് എടുത്ത് എഴുതണമായിരുന്നു. F is equal to 384 ഹെഡ്സ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി V കാണാൻ എളുപ്പമാണ്. V is equal to F എന്താണ്? 384 ആണ്. 384 into ലാംഡ. ലാംഡ 0.884 ആണ്. ഇത് കാൽക്കുലേറ്ററിൽ അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നേരിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഇതിൻ്റെ ആൻസർ വരുന്നത് 339.4 എന്നാണ്. 339.4 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി അല്ലേ? മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ് ഇപ്പോൾ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചത്. എന്താണ് വെലോസിറ്റി ഓഫ് സൗണ്ട്? നമുക്ക് ഇവിടേക്ക് ഒന്ന് എടുത്തെഴുതാം. വെലോസിറ്റി ഓഫ് സൗണ്ട് എന്താ നമുക്ക് കിട്ടിയത്? വെലോസിറ്റി ഓഫ് സൗണ്ട് V is equal to 339.4 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ന് കിട്ടി. ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ.